നമസ്കാരം. നമ്മളിന്ന് ഡേ 8 ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസാണ് ചെയ്യുന്നത്. ഫുഡിന് വേണ്ടി നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന് വേണ്ടിയിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസാണ്. നമ്മൾ ആഹാരം നല്ലത് കഴിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ശരീരത്തിന് നല്ല ആരോഗ്യം അനുഭവപ്പെടുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമ്മൾക്കറിയാം, നല്ല ഒരു ആരോഗ്യമുള്ള ശരീരം ഉണ്ടെങ്കിലല്ലേ നമ്മൾക്ക് ഇവിടെയൊക്കെ ജീവിക്കാനും സന്തോഷിക്കാനും ഒക്കെ സാധിക്കുന്നുള്ളൂ. അപ്പോൾ എത്രത്തോളം നമ്മൾ നന്ദി പറയണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്. ആ ഭക്ഷണം നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരാനായിട്ട് ആരൊക്കെയാണോ നമ്മൾ സഹായിച്ചിട്ടുള്ളത് അവർക്കെല്ലാം നമ്മൾ നന്ദി പറയണം. കർഷകർ കൃഷിപ്പാടത്ത് കൃഷി ചെയ്ത് ഉണ്ടെങ്കിൽ പിന്നെ അത് കട്ട് ചെയ്യാനും അതിൽ നിന്ന് വിളവെടുപ്പെടുക്കാനും എത്രയോ പേര് പണിയെടുക്കുന്നുണ്ട് അല്ലേ. അതിനുവേണ്ടി പല മെഷീനുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ മെഷീൻ ഉണ്ടാക്കിയവർ, പിന്നെ അത് ലോഡ് ചെയ്ത് നമ്മൾക്ക് കടയിലേക്ക് എത്തണമെങ്കിൽ, ഷോപ്പിലേക്ക് എത്തണമെങ്കിൽ ട്രക്കുകൾ വർക്ക് ചെയ്യണം. അതിനുള്ള ഡീസൽ, ആ ട്രക്ക് ഉണ്ടാക്കിയ കമ്പനി, അത് ഓടിക്കുന്ന ഡ്രൈവർ, എത്രയോ പേര്. ഓടിക്കുന്ന ഡ്രൈവർ മാത്രമല്ലാതെ പലരും ജോലിക്കാരുണ്ടായിരിക്കും. പിന്നെ ഇപ്പോൾ കടയിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവിടെയും പല ജോലിക്കാരുണ്ടായിരിക്കും. അതിന് പുറമെ നമ്മൾക്ക് കടയിൽ പോയി ആ സാധനം മേടിക്കണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്ത് പണം കണ്ടെത്തിയിട്ടുണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന വേറൊരു കമ്പനി ആയിരിക്കും. അങ്ങനെ കുറച്ചൊരു ഫുഡ് നമ്മളിലേക്ക് എത്തിച്ചേരാനായിട്ട് ഈ ലോകത്തുള്ള എത്രയോ പേര് അതിൻ്റെ ബാക്കിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നൊന്നും നമ്മൾ ഓർത്ത് നോക്കിയേ. ഒരു ദിവസം എപ്പോഴെങ്കിലും നമ്മളിതൊന്ന് ഓർത്ത് നോക്കുക. അതിനായിട്ട് നമുക്ക് നാളത്തെ ദിവസത്തെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇന്ന് ഈ വീഡിയോ കേട്ടിട്ട് നാളെ അത് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾക്ക് ഫുഡ് കിട്ടിയിട്ടുള്ള ഫുഡ് ആരുടെയൊക്കെ കൈകളിലൂടെയാണ് അത് കടന്നു പോയിട്ടുള്ളതെന്ന് ഓർത്തിട്ട് നമ്മൾ അതിനു വേണ്ടി നന്ദി പറയുക. നമ്മളൊരു നേന്ത്രപ്പഴം കഴിക്കുന്നുണ്ടെങ്കിൽ ആ നേന്ത്രപ്പഴം നമ്മുടെ കയ്യിൽ എത്തിച്ചേരുമ്പോഴേക്കും എത്രയോ പേര് അതിൻ്റെ ബാക്കിൽ പണിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരോടും കൃതജ്ഞതയുള്ളവരായിരിക്കണം, നന്ദിയുള്ളവരായിരിക്കണം. നമ്മളെല്ലാവരും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇവരെയൊന്നും നമ്മൾ കണ്ടിട്ടില്ല ഇല്ലേ, അവരെക്കുറിച്ചൊന്നും നമ്മൾ കേട്ടിട്ട് പോലുമില്ല. പക്ഷെ ആരൊക്കെയോ നമ്മളറിയാതെ നമ്മൾക്ക് വേണ്ടി പണി ചെയ്യുന്നുണ്ട്. നമ്മളും ആർക്കൊക്കെയോ വേണ്ടിയും പണി ചെയ്യുന്നുണ്ട്. നമ്മൾ കാണാത്തവരെ, നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്തവരിലേക്ക് നമ്മളും ഉണ്ടാക്കുന്ന എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റുകൾ എത്തുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രാർത്ഥനയോ എന്തെങ്കിലും ഒരു മോട്ടിവേഷനോ എന്തെങ്കിലുമൊക്കെ നമ്മളിൽ നിന്നും എത്തുന്നുണ്ടായിരിക്കും. അങ്ങനെ നമ്മുടെ ഈ ലോകത്തുള്ള എല്ലാവരും തന്നെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മളെ ഓരോരുത്തരെയും ആലോചിച്ചുകൊണ്ട് നമുക്ക് ഫുഡ് നമ്മളിലേക്ക് എത്തിച്ചേരാനായിട്ട് ആരൊക്കെയാണോ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവുക, കണ്ടവരും കാണാത്തവരും ഒക്കെ ആയിട്ട്, അവർക്കെല്ലാം നമ്മൾ നന്ദി പറയുക. ഫുഡ് ഒരിക്കലും വേസ്റ്റ് ആക്കാതിരിക്കാനായിട്ട് പരമാവധി ശ്രമിക്കുക. കാരണം നമ്മൾക്ക് ഇത് കിട്ടാത്ത പലരും ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ നന്ദി ഉള്ളവരാവുക. അപ്പോൾ അതിനൊന്നും വേസ്റ്റ് ആക്കാതിരിക്കുക. അതുമാത്രമല്ല, ആ ഫുഡ് എന്ന് പറയുന്നത് ഒരു ചെടിയാണെങ്കിലും മാംസമാണെങ്കിലും ഇതൊക്കെ വേറെ ഏതോ ഒരു ജീവനുള്ള വസ്തുവിൻ്റെ ജീവനെ ഉപേക്ഷിച്ചിട്ട് അല്ലേ ആണ് നമ്മളിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ നമ്മൾ അതിനത്രമാത്രം റെസ്പെക്റ്റ് ചെയ്യണം. നമ്മളൊരു പഴം കഴിക്കുകയാണെങ്കിലും, നമ്മൾ കുറച്ച് ചിക്കൻ കഴിക്കുകയാണെങ്കിലും, നമ്മൾ പയറുവർഗ്ഗങ്ങൾ കഴിക്കുകയാണെങ്കിലും, ഏതെങ്കിലും ഒരു ചെടിയുടെ തണ്ടെടുത്ത് കഴിക്കുകയാണെങ്കിലും അതിനുമുണ്ടല്ലോ വികാരങ്ങൾ എന്നൊക്കെ പറയുന്നത്. അവർ എന്തൊക്കെയോ വേദന അനുഭവിച്ചിട്ടുണ്ട് നമ്മളിലേക്ക് ഫുഡായിട്ട് തീരാനായിട്ട്. അപ്പോൾ തീർച്ചയായും നമ്മൾ നന്ദിയുള്ളവരാവണം. ഫുഡൊന്നും ഒരിക്കലും വേസ്റ്റ് ചെയ്യാതെ ആവശ്യത്തിനുള്ളത് മാത്രം ഉണ്ടാക്കി എന്തെങ്കിലും ബാക്കി വരികയാണെങ്കിൽ ആവശ്യക്കാർക്ക് കൊടുക്കുക. ആരും ഇല്ലെന്നുണ്ടെങ്കിൽ ചുറ്റുപാടുള്ള മൃഗങ്ങൾക്ക് കൊടുക്കുക. ചീഞ്ഞ് അങ്ങനെ കളയാതെ, അഴുക്കാക്കി കളയാതിരിക്കാനായിട്ട് ശ്രമിക്കുക. എന്നിട്ടും ബാക്കി വരുന്നുണ്ടെങ്കിൽ ഒരു കുഴി കുഴിച്ച് അതിനുള്ളിലിട്ട് മൂടുക. അത്രയും റെസ്പെക്റ്റെങ്കിലും നമ്മൾ ആ ഫുഡിനോട് കാണിക്കുക. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. താങ്ക് യു.